ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യം. ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. എൻ്റെ ഈശോ ഈ ഒരു വചനം എനിക്ക് നൽകുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ എനിക്ക് നൽകുകയാണ്. നിനക്ക് ലഭിച്ച കഴിവുകൾ വർദ്ധിപ്പിക്കാനായിട്ട് നീ തയ്യാറാവണം. ഒരേപോലെയല്ല എല്ലാവർക്കും കഴിവുകൾ ലഭിക്കുന്നത്, അല്ലെ? പല രീതിയിലായിരിക്കും. പക്ഷെ നിനക്ക് ലഭിച്ച കഴിവുകൾ നീ വർദ്ധിപ്പിക്കാതിരുന്നാൽ നിനക്കുള്ളത് കൂടി ദൈവം എടുക്കും. നാണയം കൊടുക്കുന്നുണ്ടല്ലേ? കിട്ടിയവൻ അത് വർദ്ധിപ്പിക്കാതെ പാത്തുവെച്ചപ്പോൾ അവന്റെ കയ്യിലുള്ളത് എടുത്ത് ഉള്ളവന് കൊടുക്കുന്നത് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈശോ പറയുന്നത്, നിനക്ക് ലഭിച്ചത് വർദ്ധിപ്പിക്കുക, കിട്ടാത്തതിനെ ഓർത്ത് നിരാശപ്പെടരുത്. നിന്റെ ജീവിതത്തില് നിന്റെ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന കഴിവുകളായിരിക്കാം. അത് ഒരുപക്ഷെ ചെറിയൊരു കഴിവായിരിക്കാം. പക്ഷെ കിട്ടിയ ഈ ഒരു കഴിവ് മടി പിടിച്ചുകൊണ്ട് അലസതയോടുകൂടി നശിപ്പിക്കാനായിട്ട് നീ തയ്യാറായാല് നിന്റെ ജീവിതത്തില് ദൈവം തന്നത് കൂടി എടുക്കും എന്ന് കൃത്യമായിട്ട് നീ മനസ്സിലാക്കണം. ഒരുപക്ഷെ നമുക്കൊക്കെ ഇന്ന് ഈ അലസത ഏറി വരിക വലിയ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ, എന്നാൽ പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ. ഈ ഒരു മനോഭാവത്തില് ലഭിച്ച പല കഴിവുകളും നശിപ്പിക്കുന്ന വ്യക്തികളായിട്ടൊന്ന് മാറുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ നോക്കാറുണ്ടല്ലേ, ദേ അവന് ഇഷ്ടംപോലെ കഴിവുകളുണ്ട്, അവൻ ദേ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതോർത്ത് നിരാശപ്പെട്ട് അസൂയപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ഒരിക്കലും അവരന്റെ ജീവിതത്തിലെ കഴിവുകളിലേക്കല്ല നീ നോക്കേണ്ടത്, നിനക്ക് നിന്റെ ദൈവം തന്ന കഴിവുകളിലേക്ക്. പല കാര്യങ്ങള് നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ദൈവം പ്രദാനം ചെയ്തിട്ടുണ്ട്. അവ തിരിച്ചറിയാനായിട്ട് നീ തയ്യാറാവണം. അവ പരിപോഷിപ്പിക്കാനായിട്ട് നിനക്ക് സാധിക്കുമ്പോഴാ നിനക്ക് ദൈവത്തിന്റെ മുൻപിൽ അഭിമാനത്തോടുകൂടി നിൽക്കുവാനായിട്ട് സാധിക്കുക. സ്നേഹമുള്ളവരെ, നമുക്കൊക്കെ ഇന്ന് ഈ ഒരു അഭിമാനമുണ്ടോ? ദൈവം എന്നെ തിരിച്ചു വിളിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും, ദൈവമേ നീ എനിക്കിത് ഇന്ന കാര്യമാ തന്നത്, നീ തന്ന ഈ ഒരു കാര്യം നിന്റെ മഹത്വത്തിനായി നീ ആഗ്രഹിക്കുന്നത് പോലെ വളർത്താനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ദൈവസന്നിധിയിൽ പറയാനായിട്ട് സാധിക്കുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് അപരന്റെ ജീവിതത്തിലേക്ക് നോക്കി നിരാശപ്പെട്ട് ജീവിക്കാതെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളെ ഓർത്ത് സന്തോഷിക്കാനായിട്ട്, കഴിവുള്ള വിധത്തില് അവയെല്ലാം പരിപോഷിപ്പിച്ച് ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തയോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.